അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ആര്യനാണ് അടുത്ത ക്യാപ്റ്റൻ. ടാസ്ക് എന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു ടാസ്ക് ആണ്. അതായത് 3 പേർക്ക് ഓരോ സൈക്കിൾ കൊടുക്കും. വൃത്താകൃതിയിലുള്ള ഒരു ഒരു അടയാളപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ. സോ അവിടെ പോയിട്ട് ഒരു ട്രാക്ക് ഉണ്ടാവും വൃത്താകൃതിയിൽ തന്നെ. ആ ഒരു ട്രാക്കിനകത്തൂടെ സൈക്കിൾ വിടണം. അപ്പോൾ ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും അകത്തുള്ള ഈ ട്രാക്കിനകത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പുറത്താക്കാം. ചവിട്ടിയോ തള്ളിയിട്ടോ എങ്ങനെ വേണമെങ്കിലും പുറത്താക്കാം. ആദ്യം ആര്യൻ അഭിലാഷിനെ ചവിട്ടി പുറത്താക്കുന്നു ട്രാക്കിൽ നിന്ന്. അതിനുശേഷം ജിസേലിനെ ട്രാക്കിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു. ഫിസിക്കലി കുറച്ച് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആണ്. ബട്ട് നോർമലി നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് തോന്നി. ആര്യൻ എളുപ്പത്തിൽ തന്നെ ക്യാപ്റ്റൻ ആകാൻ പറ്റി. ഈ ടാസ്ക് ആര്യന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 അടുത്ത ആഴ്ച, അതായത് ഇനി നടക്കാൻ പോകുന്ന ആഴ്ചയിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആര്യനായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ ഭരണം നടത്താൻ പോകുന്നത് എന്ന്. നമ്മുടെ അനീഷും ഷാനവാസുമാണ് നേരത്തെ ക്യാപ്റ്റനായത്. 3ാമത്തെ ക്യാപ്റ്റനായിട്ടാണ് നമ്മുടെ ആര്യൻ ചുമതലയേൽക്കാൻ പോകുന്നത്.